കേരളത്തിലെ ഏറ്റവും വൈബുള്ള ഒരു ശിങ്കാരിമേളം എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്ന് ചോദിച്ചാൽ അതിൽ ആർക്കും സംശയമുണ്ടാകില്ല, ആട്ടം കലാസമിതിയിൽ നിന്ന് തന്നെയാകും. അങ്ങനെയുള്ള ആട്ടം കലാസമിതിയിലെ എല്ലാ അംഗങ്ങളുമാണ് എന്നോടൊപ്പം ഉള്ളത്. ആട്ടം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പേരിൽ തന്നെയുണ്ട്, ആടി അങ്ങ് തുടങ്ങുകയാണ്. ആട്ടം എന്ന് പറയുമ്പോൾ വൈബിൻ്റെ ഒരു സ്ഥലം തന്നെയാണ്. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഒരു പ്രാക്ടീസും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അറിയാതെ നമ്മൾ കൈപൊക്കി ആ താളത്തിനൊത്ത് ചുവട് വെച്ച് പോകും. ആട്ടത്തിൻ്റെ മുഴുവൻ ടീമുകൾ നമ്മോടൊപ്പം ഉണ്ട്. അതിലിപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ താളത്തിൻ്റെ ആയാലും എല്ലാവരും കൂടിയിട്ടുള്ളൊരു സംരംഭമാണ് പാട്ടത്തിന് ഒരുപാട് ആൾക്കാരുടെ ഇടയിലേക്ക് എത്താനും കാരണം. ഇതിൽ തന്നെ ഏറ്റവും ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ താളം, ഇലത്താളം അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് അതുപോലെ തന്നെ അതുകൊണ്ടുള്ള ഒരു അഭ്യാസമൊക്കെ ഉണ്ട്. ശരിക്കും ഞാൻ കാണിച്ചാൽ ശരിയാവില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് ഇതിൻ്റെ ആളുകളൊക്കെ ഉണ്ട്. ഇപ്പം നിങ്ങളുടെയൊക്കെ ഒരു എക്സ്പ്രഷൻ, അതുപോലെ തന്നെ ആ ഒരു കോർഡിനേഷൻ അതൊക്കെ കണ്ടു നിൽക്കുന്നവർക്ക് ചിലപ്പോൾ തോന്നും, അയ്യോ ഇതിപ്പോൾ വീഴോ എന്ന് തോന്നില്ലേ? ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത്രയും എഫർട്ട് എടുത്തിട്ടാണ് ചെയ്യണത്. പക്ഷെ നമ്മൾ കണ്ടു നിൽക്കുന്നവർക്ക് ഇത്ര എഫർട്ട് എടുത്തിട്ടല്ല ചെയ്യണമെന്ന് അവരെ തോന്നിപ്പിക്കാൻ ചിരി ഞങ്ങൾ ഫിറ്റ് ചെയ്യണതാണ്. ഞങ്ങൾക്ക് ഉള്ളിൽ ടെൻഷൻ ഉണ്ട്, ഇത് കയ്യിൽ നിന്ന് പോവോ, അത് വീണ് പോകുന്ന ടെൻഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ ആൾക്കാരിലേക്ക് ചിരിച്ച് അത് കാണിക്കുമ്പോൾ ആ ചിരി ഇഷ്ടപ്പെടുന്നവരുണ്ട് കുറേ ആൾക്കാർ. എല്ലാവരും പറയും നിങ്ങളുടെ ചിരിയാണ് ഹൈലൈറ്റ്, നിങ്ങളുടെ ടീം എത്ര എഫർട്ട് എടുത്ത് ചെയ്യുമ്പോൾ നിങ്ങൾ ചിരിച്ച് നിൽക്കണം. നിങ്ങളുടെ ഒരു വൈബ് എന്ന് പറയുന്നത് ഒരു വേറൊരു വൈബ് തന്നെയാണ്. അതിൻ്റെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ, എനർജി ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ എൻഡ് ആണ്. ആ ഒരു പീക്കിലെത്തി അങ്ങ് അടിച്ച് നിൽക്കുകയാണ്. ഇത് പിന്നെ എല്ലാവരും എന്താ പറയുക, ഒരു ജോലി ചെയ്യണ പോലെ അല്ല, നമ്മളെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ട് ചെയ്യണ കാരണം കൊണ്ടാണ് ഇത് കൂടുതൽ നമുക്കൊരു എനർജി കിട്ടുന്നതാണ്. ഒരു 30 അംഗങ്ങളുള്ളൊരു സമിതിയാണ് ആട്ടം കലാ. 30 കുടുംബങ്ങളിൽ നിന്ന് വരുന്ന 30 സ്വഭാവക്കാരാണ്. അതൊരു ആട്ടം എന്നുള്ളൊരു പേരിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അതും 25 വർഷമാവുകയാണ് നമ്മുടെ ആട്ടം കലാ സമിതി. 30 സ്വഭാവക്കാരാണെങ്കിലും ഒരു ആട്ടം എന്നുള്ളൊരു പേരിൽ അതിനോട് ചേർത്ത് പിടിക്കുന്ന കാരണം തന്നെയാണത്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആട്ടം വിത്ത് തേക്കിൻകാട് മ്യൂസിക് ബാൻഡ്, ഫുൾ മ്യൂസിക് ബാൻഡ്. അത് വയലിൻ, കീബോർഡ്, ചെണ്ട, ഡ്രമ്മർ, അങ്ങനെ മൊത്തം ഒരു 10-35 പേര് സ്റ്റേജിൽ 2 മണിക്കൂർ നേരം പെർഫോം ചെയ്യും. ആ പ്രോഗ്രാമാണ് കൂടുതൽ നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോയിട്ടുള്ളത്. ഈ ഒരു കൊട്ട് കേട്ട് കഴിഞ്ഞാൽ ആരായാലും ഇവരെ ഫാൻസായി പോകും. അപ്പോൾ എന്തായാലും ഇവരെ ഒരു പെർഫോമൻസും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ സ്ഥിരമായി കാണാറുള്ളതാണ്. ഇനിയും ഒരുപാട് നമ്മളെ ത്രസിപ്പിക്കുന്ന പെർഫോമൻസുകൾ ഇവിടെ കാത്തു വെച്ചിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലും ഇനിയുള്ള നാളുകളിലും എല്ലാം നമുക്കായി അത് ഇങ്ങോട്ടേക്ക് എത്തും. AV മുകേഷിനും സുജി പട്ടാമിക്കുമൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.